2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കുള്ള ഉദ്യോഗസ്ഥർക്ക് ഉള്ള ഒരു ചെറിയൊരു ടിപ്പാണ്. ഞാനിന്ന് ക്ലാസ്സിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. നമുക്ക് ഇതിനകത്ത് പ്രധാനമായും 3 യൂണിറ്റാണല്ലോ ഉള്ളത്. കൺട്രോൾ യൂണിറ്റ്, VVPAT ആൻഡ് ബാലറ്റ് യൂണിറ്റ്, ഇങ്ങനെയാണ്. അപ്പം ഇവിടെ നോക്കൂ, ഇതാണ് കൺട്രോൾ യൂണിറ്റ്. ഈ കൺട്രോൾ യൂണിറ്റിൽ ഇതാണ്ട് ഗ്രീൻ സിഗ്നലാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ പോളിംഗ് ഓഫീസർ 3ക്ക് വോട്ട് ചെയ്യാനുള്ള ആ ബട്ടൺ ഞെക്കുക. അപ്പോൾ അവിടെ റെഡ് ലൈറ്റ് കത്തി, വോട്ടർ ഇവിടെ വോട്ട് ചെയ്യുന്ന അവസരത്തിൽ അവിടുത്തെ ഗ്രീൻ ലൈറ്റ് മാറി ഇതവിടെ റെഡായി. ഇവിടെ VVPAT ആണ് ഈ ഇരിക്കുന്നത്. VVPATൽ ഇത് ഡിസ്പ്ലേ തെളിയുന്നു. 7 സെക്കൻഡ് നേരമാണ് ഇത് ആ ലൈറ്റോട് കൂടിയുള്ള ഡിസ്പ്ലേ തെളിയുന്നത്. ഇത് തെളിഞ്ഞു കഴിഞ്ഞ് വോട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡ് ലൈറ്റ് മാറി അടുത്ത വോട്ടർക്ക് പര്യാപ്തമായ രീതിയിൽ നമ്മുടെ മെഷീൻ റെഡിയാവും. അപ്പം ഈ VVPATൽ നമുക്ക് വോട്ടറെ വോട്ട് ചെയ്യാനുള്ള പോളിംഗ് ഓഫീസർ 3 ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റെഡ് ലൈറ്റ് കത്തുന്നു. വോട്ടർ അവിടെ വോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 സെക്കൻഡ് നേരം ഇവിടെ VVPATൽ ഡിസ്പ്ലേ വരുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം 7 സെക്കൻഡ് നേരം ഈ വോട്ട് ആർക്കാണോ വോട്ട് ചെയ്തത് അവരുടെ ആ ഡിസ്പ്ലേ അവിടെ തെളിയും. അതിനുശേഷം നമ്മുടെ കൺട്രോൾ യൂണിറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ റെഡ് ലൈറ്റ് മാറുന്നിടം വരെ അടുത്ത വോട്ടർക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പ്രോസസ്സ് എത്ര വേഗത്തിൽ നടത്തിയാലും 25 സെക്കൻഡ് വേണം. എന്നാൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ, എത്ര വേഗത്തിൽ നടത്തിയാൽ. അപ്പം എൻ്റെ ഒരു പ്രഡിക്ഷൻ, ഒരു വോട്ടറെ വോട്ട് ചെയ്ത് മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഏകദേശം 1 മിനിറ്റോളം എടുക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം ഈ പ്രാവശ്യത്തെ ഇലക്ഷന് വളരെ മുന്നേയുള്ള ഇലക്ഷനെക്കാട്ടിലും വളരെ ലളിതമാണ്. കുറച്ചുകൂടെ ഈസി ആയിട്ടാണ് കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ചെയ്തിരിക്കുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ ഈ കണക്ഷനൊക്കെ വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു.